നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങളുടെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ഖേദത്തോടെയാണെങ്കിലും അത് തുറന്ന് സമ്മതിക്കുകയാണ്. അഡ്വാൻസും ഫർദർ അഡ്വാൻസും 3 തവണകളായി നൽകിയിട്ടുള്ളതാണ്. അത് തന്നെ മാസങ്ങളായി. ഇന്ന് വരെ യാതൊരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കമ്പനിയിലെ റോ മെറ്റീരിയൽസ് സ്റ്റോക്ക് ഇല്ലാത്തതാണ് ഡെലിവറി ഡിലേ ആവാൻ കാരണം. അത് ഞങ്ങളുടെ കമ്പനിയുടെ കുറ്റമല്ലല്ലോ. അവിടെ എന്തൊക്കെയോ കാര്യമായ പ്രശ്നങ്ങളുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം വളരെ ശരിയാണ്. എന്റെ അച്ഛന്റെയും വാസുദേവ് അങ്കിളുടെയും പാർട്ട്ണർഷിപ്പിലുള്ള ദേവ് അസോസിയേറ്റ്സും ഏത് നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണിപ്പോ. ഈ അവസ്ഥയിൽ നിന്ന് കരകയറണമെങ്കിൽ വലിയ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. ഇതുപോലൊരു പ്രതിസന്ധി ദേവ് അസോസിയേറ്റ്സിന് സംഭവിക്കാൻ എന്താ കാരണം? കാരണം അത് ഒരു വിശ്വാസവഞ്ചന നടന്നിട്ടുണ്ട്. കണക്കുകളിൽ വലിയ ഗൗരവമുള്ള ക്രമക്കേടുകളാ കണ്ടെത്തിയിട്ടുള്ളത്. ആരാണ് ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി? പാർട്ട്ണർമാരിൽ ഒരാൾ തന്നെ. വാസുദേവോ? അതെ, വാസുദേവ് എന്റെ അച്ഛനെ ചീറ്റ് ചെയ്തിരിക്കുക. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാലിക്കേണ്ട വിശ്വാസത്തിന്റെ എല്ലാ അതിരുകളും ലംഘിച്ചിരിക്കുക. സാമ്പത്തികമായി അനവധി തിരിമറികൾ നടന്നിട്ടുണ്ട്. വിശ്വസിക്കാനേ പറ്റുന്നില്ല. വളരെ കാലത്തെ ഇടപാടുകൾ ദേവ് അസോസിയേറ്റ്സുമായി ഞങ്ങൾക്കുണ്ട്. ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായതായി ഞങ്ങളുടെ അറിവിലില്ല. ഇനി ഏതായാലും ബോർഡ് മീറ്റിംഗ് കൂടി ഒരു തീരുമാനം ഉടൻ എടുക്കേണ്ടതുണ്ട്. ദേവ് അസോസിയേറ്റ്സിലെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കമ്പനിയെ ബാധിക്കാൻ പാടില്ല. നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്വാൻസ് തുക വളരെ വലുതാണെന്ന് എനിക്കറിയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ റോ മെറ്റീരിയൽസ് ഡെലിവറി ഉടനെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. കൊടുത്തിട്ടുള്ള അഡ്വാൻസ് തുക തിരിച്ചു കിട്ടണമെങ്കിൽ കേസ് ഫയൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കേസുമായി പോകുന്നത് ഗുണം ചെയ്യുമോ എന്നതാണ് വിഷയം. ഒരുപാട് കാലതാമസം വരും ഒരു പരിഹാരം ഉണ്ടാവാൻ. അങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങളുടെ പണം തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ മറ്റു മാർഗം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത്ര ചെറിയ തുകയൊന്നുമല്ല അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കമ്പനിക്ക് തട്ടുകിട്ടാതിരിക്കണമെങ്കിൽ കേസ് കൊടുക്കുന്നതേ ഉള്ളൂ ഒരു മാർഗം. ശരി, കമ്പനിയുടെ പ്രതിനിധി തന്നെ ഇങ്ങനെ പറയുമ്പോ വേറെ എന്ത് ചെയ്യാനാ? കേസ് ഫയൽ ചെയ്യാം. താങ്ക് യു സർ. നന്ദാ, നീ നിന്നേ. എന്താ മുത്തശ്ശി? ഞാൻ കുറച്ച് ടയേർഡാ. പെട്ടെന്ന് കാര്യം പറ. അല്ല, ശരണ്യ നിന്റെ ആരാ? കൊള്ളാം. ഇതറിയാനാണോ വിളിച്ചത്? ആണെങ്കിൽ മുത്തശ്ശിക്ക് അറിയാവുന്ന ബന്ധം തന്നെയാ എനിക്ക് അവളുമായിട്ടുള്ളത്. ഭാര്യ അല്ലേ? ആ, അതെ. ഇനി പൊയ്ക്കോട്ടെ. നിക്ക്. അങ്ങനെ ഒരാൾ ആ സ്ഥാനത്തുണ്ടെന്നല്ലാതെ മറ്റൊന്നുമില്ലേ? അത് ഞാൻ മാത്രം ചിന്തിച്ചാ പോരല്ലോ. പോരാ, പക്ഷെ നീയും ചിന്തിക്കണം. അവൾ ഇത്രയും പ്രശ്നങ്ങളോട് കടന്നു പോകുന്നു അറിഞ്ഞിട്ടും. മുത്തശ്ശി ഓർമ്മപ്പെടുത്തിയത് നന്നായി. ഇല്ലെങ്കിൽ ഞാനതങ്ങ് മറന്നുപോയത്. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. നിന്റെ കടുത്ത വാക്കുകൾ കേട്ട് സഹിക്കാൻ പറ്റാതെയാണ് അവളോട് ഇറങ്ങിപ്പോയത്, അല്ലാതെ ബന്ധങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടല്ല. ശരണ്യ നല്ല വ്യക്തിത്വമുള്ള പെൺകുട്ടിയാണ്. അവൾ എവിടെയെങ്കിലും പോകുന്നതിനും വരുന്നതിനും ഒക്കെ നീ വിലക്കേൽപ്പിക്കേണ്ട കാര്യം എന്താ? ഓഹോ, ഈ വെളിപാട് എവിടെ നിന്ന് കിട്ടി മുത്തശ്ശിക്ക്? ഇത് വെളിപാടൊന്നും അല്ല, അവളിത് നേരിട്ട് അറിഞ്ഞ കാര്യ. നേരിട്ടറിഞ്ഞ കാര്യമാണെന്നോ? ഞാൻ അവളെ നേരിൽ കണ്ടിരുന്നു. എന്തിനാ മുത്തശ്ശി കാണാൻ പോയത്? എന്നെ അപമാനിക്കണമെന്ന് മുത്തശ്ശിക്ക് എന്താ എത്ര വാശി? നീ എനിക്കും വിലക്ക് കേൾപ്പിക്കുകയാണോ? ഞാൻ അവളെ കണ്ടാൽ അത് നല്ലൊരു ഉദ്ദേശത്തിലാണെന്ന് കരുതാൻ നിനക്കെന്തോ ഒരു ബുദ്ധിമുട്ട്? നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഞാൻ അവിടെ പോയത്. നിങ്ങളുടെ എന്ന് വെച്ചാ? നിന്റെ ശരണ്യയുടെ. അപ്പൊ മുത്തശ്ശി കാണാൻ പോയത് അവളുടെ വക്കാലത്ത് വാങ്ങാനാ? അല്ലടാ, നിന്റെ വക്കാലത്തോടെ ഞാൻ അവളെ കാണാൻ പോയത്. മുത്തശ്ശിക്ക് എന്റെ വക്കാലത്ത് ഞാൻ തന്നിട്ടില്ല. ചെറുപ്പമാണെങ്കിലും നിനക്ക് വല്ലാതെ ഓർമ്മക്കുറവ് ബാധിച്ചിട്ടുണ്ട് കേട്ടോ. നിന്റെ വക്കാലത്തുമായിട്ടല്ലേടാ അവളെ നിന്റെ ഭാര്യയാക്കി ഈ വീട്ടിൽ കൊണ്ടുവരാൻ ഞാൻ മുൻകൈ എടുത്തത്. എതിർവാദങ്ങളുമായി നിന്ന നിന്റെ അമ്മയുടെയും സഹോദരിയുടെയും വാദങ്ങളെ
ഞാൻ എതിർത്ത് തോൽപ്പിച്ചതേ നിന്റെ ആ വക്കാലത്ത് കൊണ്ടാ. അതുകൊണ്ട് നിന്റെയും ശരണയുടെയും ദാമ്പത്യത്തിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട്. മറ്റുള്ളവരുടെ കുത്തിത്തിരിപ്പിൽ വീണ് ആ ബന്ധം നാനാവിധമാക്കാൻ ഞാൻ സമ്മതിക്കില്ല നന്ദ. ഇങ്ങനെ എരിഞ്ഞു തീരുന്ന ജീവിതം എനിക്ക് മടുത്തു. മിക്കവാറും എല്ലാ മനുഷ്യരും ജീവിക്കുന്നതേ ഇതുപോലുള്ള അവസ്ഥയിലൂടെ തന്നെയാ. ഒരിക്കൽ പൊട്ടിത്തെറി ഉണ്ടായാൽ തീയും പുകയും അണയും വരെ കാത്തിരിക്കാൻ ക്ഷമ വേണം. എടാ, എങ്കിലേ ജീവിതം ഉണ്ടാകത്തുള്ളൂ മോനെ. മുത്തശ്ശിയുടെ ഈ ഫിലോസഫി ഉണ്ട്. എന്റെ ജീവിതം രക്ഷപ്പെടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. എടാ, പ്രതീക്ഷ വേണം. പ്രതീക്ഷകളല്ലേ നമ്മളെ ജീവിപ്പിക്കുന്നത്. ആ പ്രതീക്ഷ കൊണ്ടാ നിങ്ങളുടെ ബന്ധം അവസാനിച്ചു പോകില്ലെന്ന് മുത്തശ്ശി കരുതുന്നത്. എത്ര വലിയ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്നേഹത്തിന്റെ തുള്ളികൾ രണ്ടാളുടെ ഉള്ളിൽ വറ്റാതെ കിടപ്പുണ്ടെന്ന് ഈ മുത്തശ്ശിക്ക് നന്നായിട്ടറിയാം. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ പഠിക്കും നന്ദൂട്ടാ. ദേ, ജീവിതം കുട്ടിക്കളിയല്ല നന്ദൂട്ടാ. നീ എന്താ എപ്പോഴും ഇങ്ങനെ മൂടിയായിട്ടിരിക്കുന്നത്? അടഞ്ഞ മുറിയിൽ എപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ തന്നെ മനസ്സിലെ വിഷാദം കയറിക്കൂടും. വാ, ഹാളിൽ വന്നിരിക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കെ. എനിക്കൊന്നിനും ഇപ്പൊ ഒരു മൂടില്ല ചേച്ചി. എപ്പോഴും പേടിപ്പെടുത്തുന്ന ചിന്തകളാ ഉള്ളത്. അതൊക്കെ മറന്നു കളയണമെന്ന് പലവട്ടം ഞാൻ പറഞ്ഞു തന്നതല്ലേ? മറക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ കൂടുതൽ ഓർക്കല്ലേ ചേച്ചി ചെയ്യുക. അമ്മയെ ഈ കുഴപ്പത്തിൽ വീഴ്ത്തിയ രാത്രി അതൊരു ഭീകര രാത്രിയായിരുന്നു. സ്വപ്നങ്ങളിൽ പോലും അങ്ങനൊരു അനുഭവം മുമ്പുണ്ടായിട്ടില്ല. എല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളല്ലേ? അതിന്റെ ഭവിഷ്യത്തുകളെ നേരിടുക മാത്രല്ലേ നമുക്കിനി ചെയ്യാനാവൂ. നമ്മുടെ അമ്മ എത്ര വലിയ മനസ്സാ അമ്മയുടെ. എത്രമാത്രം ഞാൻ അമ്മയുടെ മനസ്സിന് നോവിച്ചിട്ടുണ്ട്. അതിന്റെ എത്രയോ മടങ്ങ് സ്നേഹോ അമ്മയ്ക്ക് എന്നോട് ഉണ്ടായിരുന്നതെന്ന് ഞാൻ അറിയാൻ വൈകിപ്പോയി. എനിക്ക് വേണ്ടി കുറ്റം ഏറ്റെടുത്ത് അമ്മ ജയിലിൽ കിടക്കുവാണല്ലോ എന്ന് ഓർക്കുമ്പോ ജീവിതം അവസാനിപ്പിച്ച് കളയാനാ എനിക്ക് തോന്നുന്നത്. നീരജ്, വെറുതെ അസംബന്ധം പറഞ്ഞാലുണ്ടല്ലോ, നീ എന്റെ കയ്യിൽ നിന്ന് നല്ലത് മേടിക്കും. ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ ചേച്ചി. വേണ്ട, കളിയായിട്ടും കാര്യമായിട്ടും ഒന്നും പറയണ്ട. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ നിന്നെ കാര്യമായിട്ട് ശ്രദ്ധിക്കണമെന്ന്. നീ അവിവേകം വലുതും ചെയ്തു കളയോന്നാ ജയിലിൽ കഴിയുമ്പോഴും അമ്മയ്ക്ക് പേടി.